പ്രൈസ് ദി ലോർഡ്. നമുക്ക് അത്രയൊന്നും ഇഷ്ടമില്ലാത്തൊരു പക്ഷിയാണ് കാക്ക അല്ലേ? കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പലഹാരം തട്ടിപ്പറിക്കുന്നത് കാക്കയാണ്. നമ്മുടെ മീൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന കാക്കയാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന കാക്ക ആയതുകൊണ്ട് എല്ലാവർക്കും അത്രയൊന്നും കാക്ക ഇഷ്ടമല്ല. പക്ഷേ ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പക്ഷിയാണ് കാക്ക. ബൈബിളിൽ ഒത്തിരി സ്ഥലത്ത് ഈ കാക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യരെ ചില ദൗത്യം ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ കാക്കയെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. കാക്കയെ ഏൽപ്പിച്ച ദൗത്യം വളരെ വളരെ മനോഹരമായിട്ട്, മനുഷ്യർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത നിലയിൽ, അല്ലെങ്കിൽ മനുഷ്യരാരും ചെയ്യുന്നതിലുപരിയായിട്ട് വളരെ മനോഹരമായിട്ട് ആ ദൗത്യം പൂർത്തീകരിച്ച ഒരു പക്ഷിയാണ് കാക്ക. പണ്ട് ഏലിയാവിൻ്റെ കാലത്ത്, ഏലിയാവിന് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പാട്ട് കേൾക്കുന്നുണ്ട്, പാടുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ചൊരു ചെറിയ ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിൻ്റെ കാലത്ത് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ കാക്കയോട് ദൈവം പറഞ്ഞു ഏലിയാവിന് ഫുഡ് കൊടുക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ കാക്ക, എല്ലാ സ്ഥലത്തും ക്ഷാമമാണ്. അവിടെ ബൈബിൾ പറയുന്നു ഏലിയാവിന് കൃത്യമായിട്ട് അപ്പവും ഇറച്ചിയും കാക്ക കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം വളരെ കൊതിയുള്ളൊരു പക്ഷിയാണ് കാക്ക. കാക്കയുടെ കയ്യിലൊരു സാധനം കിട്ടിയാൽ, കഴിക്കേണ്ട സാധനം, വേറൊന്നും അതിന് അങ്ങനെ അത്യാഗ്രഹമില്ല. കഴിക്കേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ കാക്കയ്ക്ക് കണ്ടിട്ട് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ കാക്ക എന്ത് ചെയ്തില്ല, ആ കാക്കയുടെ ആ കൊതി അവിടെ അങ്ങ് വന്നു എങ്കിലും അതിനെ കാക്ക എന്ത് ചെയ്തു, ഒതുക്കി വെച്ചു. കാക്ക കൊതി ഒതുക്കി വയ്ക്കാതിരുന്നെങ്കിൽ ഏലിയാവിന് എന്ത് ചെയ്യത്തില്ല, ഫുഡ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഏലിയാവിന് കൊടുക്കേണ്ടത് വേസ്റ്റായിട്ടുള്ള ഫുഡും അല്ല. സാധാരണ കാക്കയ്ക്ക് എല്ലാവരും വേസ്റ്റ് അല്ലേ കൊടുക്കാറുള്ളത്. കാക്ക നല്ലത് വേണമെങ്കിൽ തട്ടിപ്പറിക്കണം, അതല്ലെങ്കിൽ സാധാരണ നമുക്ക് വേണ്ടാതെ എടുത്തെറിയുന്ന ഭക്ഷണങ്ങളാണ് സാധാരണ കാക്കയ്ക്ക് കിട്ടാറുള്ളത്. നമ്മൾക്ക് ഫുഡ് വാരി വേസ്റ്റ് ഇങ്ങനെ വേണ്ടാത്ത ഭക്ഷണം വലിച്ചെറിയാറുണ്ട്. ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ വലിച്ചെറിയാറുണ്ട്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ കുറച്ച് ചോറ് വലിച്ചെറിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് കാക്ക, കാക്കയ്ക്ക് ആഹാരം വേണ്ടേ, ഇങ്ങനെ എങ്ങനെ കാക്ക കഴിക്കും? പക്ഷേ ആ വിഷയം ഞാനത് ചിന്തിച്ചു. കർത്താവേ, ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ഞാൻ പിന്നെ ആ സാധനം നല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിവെച്ചു. ഇനി അങ്ങനെ ചെയ്യണമെന്ന് ദൈവസേനയിൽ ഒരു തീരുമാനം എടുത്തു. വലിച്ചെറിഞ്ഞാലും കാക്ക കഴിക്കാറുണ്ട്, പക്ഷേ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൽ അതിന് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ, ദൈവമല്ലേ സൃഷ്ടിച്ചത്. അപ്പോൾ ഇങ്ങനെ വലിച്ചെറിയുന്ന ഭക്ഷണങ്ങളെ കാക്കയ്ക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഭക്തന് കൊടുക്കുന്നത് ഇങ്ങനെ വേസ്റ്റായിട്ടുള്ളതാണോ? ദൈവത്തിൻ്റെ ഭക്തന് ദൈവം ഒരിക്കലും വേസ്റ്റ് കൊടുക്കില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ഒരിക്കലും മോശമായിട്ടുള്ള സാധനം കൊടുക്കത്തില്ല. കർത്താവ് മരുഭൂമിയിൽ വെച്ച് ദൈവമക്കൾക്ക് കൊടുത്തത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഫുഡായിരുന്നു. മന്നയും കാടപ്പക്ഷിയും അവർ കഴിച്ചിട്ടില്ലാത്ത, അവർ വെള്ളരിക്കയും ചീരയൊക്കെ കഴിച്ചു കിടന്ന ഇസ്രായേൽ മക്കൾക്ക് കാടപ്പക്ഷിയും മന്നയും എന്താണ് അവർ ചോദിച്ചതൊക്കെ അവർക്ക് കൊടുക്കാനിടയായി തീർന്നു. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചി കൊടുത്തു, വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുത്തു. അപ്പോൾ അതൊന്നും വേസ്റ്റായിട്ടുള്ളതായിരുന്നില്ല. നല്ല ഫുഡാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തത്. അപ്പോൾ ഏലിയാവിന്, തൻ്റെ ഭക്തനായ ഏലിയാവിന് ദൈവമാണ് കെരീത്ത് തോട്ടിനരികൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഭക്തന് ദൈവം നല്ല ഫുഡല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫുഡ് കാക്കയ്ക്ക് ആരെങ്കിലും കൊടുക്കുമോ? പക്ഷേ ദൈവം തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ആ ദൗത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു, ഒത്തിരി കാക്ക ഒത്തിരി എന്ത് ചെയ്തു, പണിപ്പെട്ടു. അല്ലെങ്കിൽ അതിനു വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ടാകാം. തട്ടിപ്പറിച്ചെടുക്കണ്ടേ അപ്പോൾ ഇറച്ചിയൊക്കെ. ഞാൻ ചിന്തിക്കുന്നു, ആഹാബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അപ്പോൾ ഇറച്ചി എടുത്തു കാക്ക ഏലിയാവിന് കൊണ്ടു കൊടുക്കുകയായിരുന്നു. അവിടെ ഒരിക്കലും ഏലിയാവിന് കൊണ്ടു കാക്കയെ, അല്ലെങ്കിൽ നീ ഒരു പൊതി എടുത്തോ കാക്കയെ എന്ന് പറഞ്ഞാലും ആഹാരം പൊതിഞ്ഞ് വയ്ക്കാറില്ല. കാരണം
ഭയങ്കര ക്ഷാമം പിടിച്ച സമയമാണ്. അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫിന് വേണ്ടി എടുത്തു വെച്ച ഫുഡായിരിക്കാം കാക്ക എല്ലാ ദിവസവും ഇങ്ങനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത്. അതിലൊരു പൊതിയായിരിക്കാം കാക്ക തട്ടിപ്പറിച്ചെടുക്കുന്നത്. അതിന് ഒത്തിരി കൊട്ടാരത്തിനകത്ത് കയറി കൊട്ടാരത്തിനകത്തുള്ള ഫുഡ് എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം. പക്ഷേ എങ്കിലും ആ കാക്ക അവിടെ വളരെ മനോഹരമായിട്ട് ആ കാര്യം ചെയ്തു. അത് ചെയ്തെടുത്തു എന്ന് മാത്രമല്ല, വഴിയിൽ വന്നപ്പോൾ അപ്പത്തിൻ്റെ ഇറച്ചിയുടെ മണം അടിച്ചപ്പോൾ കൊതി വന്നുവെങ്കിലും പകുതി വഴി കൊണ്ടുവച്ച് കാക്ക അതിനെ കഴിച്ചില്ല. അതുമാത്രമല്ല, ഈ കാക്കകളുടെ ആ ഒരു എന്താ പറയുക, ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സൊസൈറ്റിയുടെ അകത്ത് ഈ കാക്കയെ മറ്റുള്ളവരെല്ലാം കൂടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഈ കാക്ക ഈ ദാരിദ്ര്യം പിടിച്ച് ഈ കഷ്ടത പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ പൊതിയും കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അഭിക്ഷിത്തിന് കൊടുക്കാൻ പോകുന്നു. ഞങ്ങൾക്ക് പട്ടിണി കിടക്കുകയാണ്, ഞങ്ങൾക്കതിൽ നിന്നൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാക്കയ്ക്ക് ആ ഒരു എന്തുണ്ടാകാം, സൊസൈറ്റി ഉണ്ടാകാം, അതുപോലെ ഫാമിലി ഉണ്ടാകാം. ഫാമിലിക്കകത്തും ഒരുപക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, ആരൊക്കെ പിണങ്ങിയിട്ടുണ്ടാകാം. ഈ ഫുഡിൻ്റെ പേരിൽ, ഏലിയാവിന് കൊടുത്ത ഫുഡിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ കാക്ക തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം കൃത്യനിഷ്ഠയോടെ ചെയ്തു എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മയും പലപ്പോഴും പല കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട്, പല ദൗത്യം നമ്മെ ഏൽപ്പിക്കാറുണ്ട്. നമുക്ക് ദൈവം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ആ ഡ്യൂട്ടി നമുക്ക് എത്രത്തോളം വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മെ ഏൽപ്പിച്ച ഒരുപക്ഷെ ആ ദൈവത്തിൻ്റെ മുന്നിലാകാം നമ്മുടെ ഡ്യൂട്ടി. ഒരുപക്ഷെ ദൈവസേനയിലൂടെ ഡ്യൂട്ടി ആകാം, നമ്മുടെ ഫാമിലിയിലെ ഡ്യൂട്ടി ആകാം, നമ്മുടെ നാം ജോലി ചെയ്ത സ്ഥാപനത്തിലുള്ള ആ ഒരു ദൗത്യമാകാം, ഡ്യൂട്ടിയാകാം. ഏത് തന്നെ ആയാലും ദൈവം നമ്മെ ഏത് സ്ഥാനത്ത് ആക്കിയാലും അവിടെ വിശ്വസ്തയോടെ നമുക്കത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് സന്തോഷിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കത്തില്ല. ചില ദിവസങ്ങൾ ഒരുപക്ഷെ കിടന്നെന്നിരിക്കാം. ഈ കാക്ക ഈ ഒരു ദൗത്യം ചെയ്യുന്നതിനിടയിൽ കാക്കയ്ക്കുണ്ടായ പ്രതിസന്ധികളും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളൊക്കെ ചെറുതൊന്നുമല്ല. പക്ഷേ അവിടെയൊന്നും കാക്ക എന്ത് ചെയ്തില്ല, മടുത്തു പോകാതെ തളർന്നു പോകാതെ വിശ്വസ്തയോടെ മുന്നോട്ട് പോയത് കാരണം ഇന്നും ബൈബിളിൽ ആ കാക്കയെക്കുറിച്ച് ഒത്തിരി പേര് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ ആ സ്ഥാനം നേടാൻ കാക്കയ്ക്ക് കഴിഞ്ഞു. ഒത്തിരി പേര് കാക്കയെക്കുറിച്ച് പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാക്കയായി അത് മാറി. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളിൽ നമ്മയും വിശ്വസ്തയോടെ നമ്മെ ദൈവം ഏൽപ്പിച്ചതായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.